ഹായ് ഫ്രണ്ട്സ്. സോ ഫൈനലി നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ ദിവസം എത്തിയിരിക്കുകയാണ് മക്കളെ, എത്തിയിരിക്കുകയാണ്. ദ മൈറ്റി എൽ, മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാൽ, നമ്മുടെ എല്ലാവരുടെയും സ്വകാര്യ അഹങ്കാരമായ ലാലേട്ടൻ നായകനാവുന്ന എമ്പുരാൻ, ദി ഗെയിം ചേഞ്ചർ ഫ്രം മോളിവുഡ്. എമ്പുരാൻ്റെ ട്രെയിലർ അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് മക്കളെ. എന്താ പറയേണ്ടെന്ന് അറിയത്തില്ല. ഈ ഒരു ദിവസത്തിന് വേണ്ടിയായിരുന്നു ഐ വാസ് ലിറ്ററലി വെയിറ്റിംഗ്. ലാലേട്ടൻ നായകനാവുന്ന മുരളി ഗോപിയുടെ രചനയിൽ ആശീർവാദ് സിനിമാസും ഗോകുലം ഗോപാലനും ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്ന് നിർമ്മിക്കുന്ന നമ്മുടെ രാജുവേട്ടൻ അഥവാ മിസ്റ്റർ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന ഒരു ചെറിയ പടം. ഈ ചെറിയ പടത്തിൻ്റെ 3 മിനിറ്റും 51 സെക്കൻഡുമുള്ള ട്രെയിലറാണ് എത്തിയിരിക്കുന്നത്. ഓൾമോസ്റ്റ് 4 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ന് രാവിലെ കണി കണ്ടത് ലാലേട്ടനെയാണ്. ഞാൻ ഫോൺ തുറന്നു നോക്കിയപ്പോൾ തന്നെ ലാലേട്ടൻ്റെ വാട്സപ്പ് മറ്റേ ചാനലുണ്ടല്ലോ, വാട്സപ്പ് ചാനലിൽ ഒരു മെസ്സേജ്. അപ്പോൾ ഐ വാസ് ലൈക്ക്, ഇതെന്താ പെട്ടെന്ന് രാവിലെ ഒരു മെസ്സേജ്? ഇനി കൗണ്ട് ഡൗൺ ടൈമർ വല്ലതും ആണോ? കാരണം നമുക്കറിയാമല്ലോ, ഇത്തരം സിനിമകളുടെയൊക്കെ ട്രെയിലർ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് 5 hours to go, 6 hours to go, 4 hours to go എന്നൊക്കെ പറഞ്ഞ് കൗണ്ട് ഡൗൺ പോസ്റ്റേഴ്സ് വരാറുണ്ടല്ലോ. അപ്പോൾ ഐ വാസ് ലൈക്ക്, ഇനി അതുപോലത്തെ വല്ല പോസ്റ്ററും ആണോ അറിയത്തില്ല. പക്ഷെ ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഉണ്ട് എമ്പുരാൻ്റെ ട്രെയിലർ ലോഞ്ച് ആയിരിക്കുന്നു. അപ്പോൾ ഐ വാസ് ലൈക്ക്, ഇനി എനിക്ക് മാറിപ്പോയതാണോ? മറ്റേ നമ്മുടെ മായാവിയിൽ സലീമേട്ടൻ പറഞ്ഞ പോലെ എനിക്ക് ഒട്ടയതാണോ നാട്ടുകാർക്ക് ഒട്ടയതാണോ? കാരണം ഞാൻ പോസ്റ്ററിൽ ആദ്യം വായിച്ചത് 1:08 PM റിലീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി ഐ വാസ് ലൈക്ക്, രാത്രി 1:08 അതോ ശരിക്കും ഉച്ചയ്ക്ക് 1:08? പിന്നീട് പോസ്റ്റർ നോക്കിയപ്പോഴും ഉച്ചയ്ക്ക് 1:08 തന്നെയായിരുന്നു. പക്ഷെ പിന്നീട് ന്യൂസ് വായിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ പടത്തിൻ്റെ ട്രെയിലർ ലീക്കായിപ്പോയി. അതുകൊണ്ട് ദേ ഹാഡ് ടു റിലീസ് ഇറ്റ് ഒഫീഷ്യലി. എനിക്ക് ഇത് ലീക്ക് ചെയ്തവരോട് ചോദിക്കാനുള്ളത്, വാട്ട് കൈൻഡ് ഓഫ് മെൻ്റൽ ഹാപ്പിനെസ് ഓർ മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ആർ യു ഗെറ്റിംഗ് ഫ്രം ദിസ്? ഞങ്ങൾ മാസങ്ങളോളം, വർഷങ്ങളോളം, ദിവസങ്ങളോളം, മണിക്കൂറുകളോളം കാത്തിരുന്ന് ഒരു സിനിമയുടെ ട്രെയിലർ അത് ലോഞ്ച് ആവുന്ന ടൈമിൽ കാണാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ മണിക്കൂറുകൾക്ക് മുമ്പ് യു ഗൈസ് ആർ റിലീസിങ് ഇറ്റ്. ആൻഡ് ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ദ കൈൻഡ് ഓഫ് ഹാപ്പിനെസ് യു ആർ ഗെറ്റിംഗ്. ആൻഡ് സിനിമയിൽ നിന്നും ആരെങ്കിലുമൊക്കെ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ ഐ റിക്വസ്റ്റ് യു ടു പ്ലീസ് ടേക്ക് സീരിയസ് ആക്ഷൻസ്. കാരണം ഇത് ഒരു വലിയൊരു ഇഷ്യൂ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഫ്രീക്വൻ്റ്ലി ട്രെയിലേഴ്സും മറ്റു കാര്യങ്ങളും ലീക്ക് ആവുന്നുണ്ട്. സോ ഐ അർജ് whoever so is watching this video, please take an immediate action against these people. സോ നമുക്കിനി ഒട്ടും സമയം കളയാണ്ട് തന്നെ ഈ 3 മിനിറ്റും 51 സെക്കൻഡുമുള്ള എമ്പുരാൻ്റെ ട്രെയിലറിലേക്ക് കിടക്കാം. എന്ത് മായാജാലമാണ് രാജുവേട്ടനും മുരളി ഗോപി ചേട്ടനും സുജിത് വാസുദേവേട്ടനും അഖിലേഷ് മോഹൻ ചേട്ടനും ദീപക് ദേവും പിന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനികളും ആർട്ടിസ്റ്റുകളും നമുക്കായി വച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം സുഹൃത്തുക്കളെ. സോ ഹിയർ വി ഗോ, ദി ഒഫീഷ്യൽ ട്രെയിലർ വി ആർ ഗോയിങ് ടു പ്ലേ. ഓക്കെ, ലൈക്ക പ്രൊഡക്ഷൻസ്. വാവ്! എന്റെ മക്കളല്ല എന്റെ പിന്തുടർച്ചക്കാർ. എന്നെ പിന്തുടരുന്നവർ ആരാണ് അവരാണ് എന്റെ മക്കൾ. ഗൈസ്, ദാറ്റ് വാസ് an ultimate goosebumps dialogue. ആ ഡയലോഗ് PKR റെഫർ ചെയ്യുന്നത് നമ്മുടെ സ്റ്റീഫനെ തന്നെയാണ്. ബിക്കോസ് PKR പറഞ്ഞു വരുന്നത് സ്റ്റീഫനെ പോലെയുള്ള ആളുകളെയാണ് അദ്ദേഹം മക്കളായിട്ട് കാണുന്നത്. ആൻഡ് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു രീതിയിലാണ് ഈ ഒരു സീനൊക്കെ കാണിച്ചിരിക്കുന്നത്, വിച്ച് ബേസിക്കലി ഡെപിക്സ് ഫ്ലാഷ് ബാക്ക്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കുറേ ബിൽഡിങ്ങുകൾ ഇങ്ങനെ ടോൺഡ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, 25 years ആശീർവാദ് സിനിമാസ്. ഓ എടാ മോനെ, ഈ പാർട്ടി ഈ സംസ്ഥാനത്തിനെ നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നു. ആ ഡയലോഗ് ടോവിനോ ചേട്ടൻ ഒരു അർത്ഥം വച്ച് പറയുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചത് ഇനിയിപ്പോൾ സ്റ്റീഫൻ നെടുമ്പള്ളിയെ പോലത്തെ ആളുകളായിരിക്കണമില്ല ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിച്ചത് എന്നുള്ള മട്ടിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആൻഡ് ഈ സീനിലേക്ക് വരുമ്പോൾ അഖണ്ഡ ശക്തി മോർച്ച എന്ന് പറഞ്ഞ ഒരു പാർട്ടിയുടെ ലോഗോയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ആൻഡ് ഹിയർ യു ക്യാൻ സീ നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട് ചേട്ടനെ നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു പാർട്ടിയുടെ ഒരു മീറ്റിംഗ് വിഷ്വലാണ് നമ്മൾ ഇതിൽ കാണുന്നത്. കേരളത്തിലെ കപട മതേതരവാദികൾ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ കേൾക്കും.
അതെന്തോന്നു? राजनीति एक धंधा है। ഓ പക്ഷെ വരുന്നതേ അത്ര ചില്ലറ കൈയല്ല. ഓ വർമ്മ സാർ. ഗായ്സ്, അതായത് എനിക്ക് ഈ ഒരു സീനൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ലൂസിഫർ സിനിമയിൽ നമ്മുടെ വർമ്മ സാർ പറഞ്ഞ ഒരു ഡയലോഗാണ്. അതായത് തെക്കൻ കേരളത്തിലെ കാറ്റിപ്പോൾ കേരളത്തിന്റെ കൊട്ടിയമ്പലത്തിലും വന്ന് മുട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ IUF-ല്, ആ ഒരു ഓഫീസ് വെച്ചിട്ടുള്ള ഡയലോഗ്. ആ സെയിം ഡയലോഗാണ് എനിക്കിവിടെ ഓർമ്മ വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വർമ്മ സാറ് ആ സിനിമയിൽ പറഞ്ഞ കേരളത്തിലെ, അതായത് തെക്കൻ കേരളത്തിലെ കാറ്റ് എന്താണ് വെസ്റ്റിലെ കാറ്റ് ഈ പറയുന്ന പോലെ കേരളത്തിലെ കൊട്ടിയമ്പലത്തിൽ മുട്ടാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഈ ഒരു പാർട്ടിയെ റെഫർ ചെയ്തുകൊണ്ടായിരിക്കാം. മനുഷ്യജീവന് മുകളിൽ ഒരു രക്തബന്ധത്തിനും വിലയുണ്ട് എന്ന് ഞാൻ ഓ കരുതുന്നു. എടാ മോനെ, ഓ ബൽറാജ്, ഓ എന്നെ ഫ്രെയിമടെ ആ ബൽറാജൊക്കെ മറ്റേ ആളുകളെ ആ കൊല്ലുന്ന സീനിലൊക്കെ ഉള്ള ആ ഫയറിന്റെ സീനൊക്കെ എന്നെ ഇജാതി ക്വാളിറ്റിയാണ്. ഓ ക്രിസ്റ്റോഫർ സാർ, ഈ ഡ്രഗ് കാർട്ടൽസ്, ജിഹാദി ഗ്രൂപ്പ്, അത് ശരിക്കും ആരാണെന്ന് നിക്ക് എവിടെയല്ലേ ഈ ഡ്രഗ് കാർട്ടൽ അത് ഫഹദ് ഫാസിൽ ആയിരിക്കുമോ എനിക്കറിയത്തില്ല. ആ ക്യാരക്ടറിന്റെ റിവീൽ ഇതുവരെയും ചെയ്തിട്ടില്ല. എന്തായാലും വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ജിഹാദി ഗ്രൂപ്പ്സ് ഇവരെല്ലാം ജനറലി കേൾക്കില്ല. സ്റ്റീഫൻ, where is he now? Now you're going live. എടാ മോനെ, എന്തോന്നാണ് ഇത്? उसकी आंखें सब ഓ എടാ ആ ഷോട്ട് എടാ മോനെ, കണ്ടോ ആ കുരിശിൽ എലിയടാ മോനെ. सब देख रही है। ഓ നെടുമ്പള്ളിച്ചാൻ, ഇരുട്ടിന്റെ പൂവ് തമോഗോളങ്ങളുടെ എമ്പുരൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കും. ഇതാണ് ആസ് എൻ ഏട്ടൻ ഫാൻ, ഐ റിയലി വാണ്ടഡ് ടു വാച്ച്. എമ്പുരാനെ എന്ന് പറഞ്ഞാൽ മേൽ വെർഷൻ ഇങ്ങനെ കേൾപ്പിക്കുമ്പോ ലാലേട്ടന്റെ ആ ഒരു ഷോട്ട് ഉണ്ട്, കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന കണ്ണിന്റെ നോട്ടം ഒക്കെ. രാജേട്ടാ താങ്ക് യു. പിന്നെ ഈ ലോകത്തെ പറയാൻ എനിക്ക് ഒരാളേ ഉള്ളൂ. ഞാനീ പറയുന്ന പോലെ എമ്പുരാനില് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നതും ഈ പറയുന്ന പോലെ പ്രിയദർശിനി അതുപോലെ ജതിൻ രാംദാസ് ഇവര് രണ്ടുപേരുടെയും കോമ്പിനേഷൻ സീനുകളാണ്. പക്ഷേ ലൂസിഫറിൽ കണ്ടതിനെക്കാട്ടും കൂടുതൽ കോമ്പിനേഷൻ സീനുകൾ നമുക്കിതിൽ കാണാൻ പറ്റും. അതുപോലെ അരുന്ധതി സഞ്ജീവിൻ്റെയും കോമ്പിനേഷൻ സീൻസും. NPTV നമ്മൾ ലൂസിഫറിൽ കണ്ട NPTV അല്ല, കുറേയും കൂടി NPTV വളർന്നിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് ഇന്റീരിയർ ആൻഡ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് മീഡിയ പ്രസൻസ്. അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ കണ്ട മാം യു ആർ ഗോയിങ് ലൈവ് പല രാജ്യങ്ങളിലേക്കും ഈ ലൈവ് വിഷ്വൽസ് പോകുന്നുണ്ട്. ആൻഡ് ഒബ്വിയസ്ലി അത് ഈ പറഞ്ഞ പോലെ സ്റ്റീഫൻ നെടുമ്പള്ളിനെയോ അല്ലെങ്കിൽ ഇവർക്ക് ഖുറേഷി എബ്രഹാമിനെ കുറിച്ച് കിട്ടിയ ഡീറ്റെയിൽസിന്റെ ബേസിസിലായിരിക്കാം. എനിവേസ് നമുക്ക് നോക്കാം. ഓക്കെ, സിനിമ ഇറങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇതുപോലെ ട്രെയിലർ കണ്ടിട്ട് പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞാണല്ലോ, അതൊക്കെ നമ്മുടെ അസംഷൻസ് ആണ്. ശരിക്കുള്ള കഥ എന്താണെന്ന് നമുക്ക് സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളൂ. പണ്ടെപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു MLA മാത്രമായിരുന്നു ഒരാൾ. എന്തിനാണ് സാർ ഇങ്ങനെ പേടിക്കുന്നത്? നമ്മൾ അറിയാത്തത് എന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലാണ്. ആ ഡയലോഗ് ടോവിനോ ചേട്ടൻ ഒരു അർത്ഥം വെച്ച് വീണ്ടും പറഞ്ഞോ എന്ന് എനിക്കൊരു സംശയം. കാരണം ലൂസിഫർ തീരുന്ന സമയത്ത് ടോവിനോ ചേട്ടൻ പറഞ്ഞത് എൻ്റെ ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ ഇപ്പൊ ഇദ്ദേഹം പറയുന്നു അങ്ങനെയല്ല എന്ന്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് നമ്മൾ അറിയാത്ത ഒരു കഥ സ്റ്റീഫൻ നെടുമ്പള്ളിക്കുണ്ട്. അതെന്താ അങ്ങനെ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. എനിവേസ് ഞാൻ പറഞ്ഞു ഇതൊക്കെ നമുക്ക് സിനിമ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ ഇത് എന്താണ്. ഇനി നമ്മൾ പ്രതീക്ഷിക്കാതെ പോലെ ഇവര് സ്റ്റീഫൻ നെടുമ്പള്ളിക്കെതിരെ തിരിയുമോ ഒന്നും നമുക്കറിയത്തില്ല. ആൻഡ് ആ ഒരു ഡയലോഗിന് ശേഷം വി ആർ ഹിയറിംഗ് ദ സ്റ്റോറി ദാറ്റ് അറിയാ കഥ. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുന്നു. ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കും. Zaid Masood. We have to end this war.
ഓ ഇതൊക്കെ നമ്മുടെ സെയ്ദ് മസൂദിന്റെ ഫ്ലാഷ് ബാക്ക് പോർഷൻസ് ആട്ടോ. ഓ അത് മണിക്കുട്ടൻ ചേട്ടനായിരുന്നില്ലേ അല്ലേ അല്ലേ? കണ്ടിട്ട് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ആ ലെറ്റ്സ് ഓ ടോവിനോ ചേട്ടൻ. ഓ ഗോർദൻ Save your man. Save God's soul country. But answer this one question. Who are you really? ലൂസിഫർ. ഗൈസ് എന്താണ് കണ്ടെന്ന് എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. ഇതുപോലത്തെ ഒരു ട്രെയിലർ ഇതാണോ രാജുവേട്ട നിങ്ങളുടെ കൊച്ചുപടം? രാജുവേട്ട പ്ലീസ് ക്യാൻ യു എക്സ്പ്ലെയിൻ വാട്ട് യു മീൻ ബൈ എ സ്മോൾ ഫിലിം? ദിസ് ഇസ് നോട്ട് ഗോണ ബി എ വെരി സ്മോൾ ഫിലിം, ഇറ്റ്സ് എ വെരി ഹ്യൂജ് ഫിലിം. അതിൻ്റെ ക്യാൻവാസ് കണ്ടാൽ തന്നെ നമുക്കറിയാം, ട്രെയിലറിലെ വിഷ്വൽസ് കണ്ടാൽ തന്നെ അറിയാം. ഈ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ പോലെയല്ല എമ്പുരാൻ. എമ്പുരാനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് IUF ഉണ്ട്, പിന്നെ സുരാജേട്ടൻ്റെ ആ പറയുന്ന പാർട്ടി ഉണ്ടല്ലോ, ആ ASFO ആ പാർട്ടിയും. അപ്പം ഈ രണ്ട് പാർട്ടികളും ഉണ്ട്. ഈ രണ്ട് പാർട്ടികളുടെ നടുവിൽ സെയ്ദിൻ്റെയും ഖുറേഷിയുടെയും കഥകൾ, അതിലേക്ക് വരുന്ന പ്രിയദർശിനി, ജാൻവി, പീതാംബരൻ സാറ്, വർമ്മ സാറ്, മുരുകൻ, നമ്മുടെ NPTV, പിന്നെ പള്ളിയിലെ അച്ഛൻ, നെടുമ്പള്ളി അച്ഛൻ, ഇവരുടെ അക്ക ഫ്രണ്ടിൽ യു ഹാവ് സ്റ്റീഫൻ നെടുമ്പള്ളി, അക്ക ഖുറേഷി അബ്രഹാം. എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഗൈസ് കണ്ടു തന്നെ അറിയണം. ഞാൻ എന്തായാലും ത്രിൽഡാണ്. ഇത് നമ്മൾ തിയേറ്ററിൽ തന്നെ കാണും, അതും IMAX-ൽ. സത്യം പറഞ്ഞാൽ ഈ IMAX എന്ന ഫോർമാറ്റിങ്ങിനെ കുറിച്ച് ഞാൻ കേൾക്കുന്ന സമയത്ത് തന്നെ ഞാൻ ആഗ്രഹിച്ചിരുന്നു ഒരു മലയാള സിനിമ IMAX-ൽ ഇറക്കാൻ പറ്റുമെന്നുള്ളത്. അതിൻ്റെ അല്ലെങ്കിൽ എന്നെ പോലത്തെ സിനി ഫയൽസിൻ്റെ ഒക്കെ ഒരു ആഗ്രഹം രാജുവേട്ടൻ ഫൈനലി സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. ദ ഫസ്റ്റ് മലയാളം ഫിലിം ടു റിലീസ് ഇൻ IMAX. രാജുവേട്ട അതിനും താങ്ക് യു. നമ്മൾ പറയും നമുക്കൊരേ ഒരു പൃഥ്വിരാജേ ഉള്ളൂ. അത് ഞാൻ വീണ്ടും അടിവരയിട്ട് പറയാണ്, നമുക്കൊരേ ഒരു പൃഥ്വിരാജേ ഉള്ളൂ. ഒരു മലയാളം ട്രെയിലർ, അതായത് ഞാൻ സ്വപ്നം കണ്ട ഒരു കൈൻഡ് ഓഫ് മലയാളം ട്രെയിലറാണ് ഇപ്പം നമ്മൾ കണ്ടത്. നമ്മുടെ മലയാള സിനിമയിൽ നിന്നും ഒരു ഹോളിവുഡ് ലെവൽ ഇൻ്റർനാഷണൽ ക്വാളിറ്റി സ്റ്റഫുള്ള ഒരു ട്രെയിലർ അല്ലെങ്കിൽ ഒരു പടം നമുക്കുണ്ടെന്ന് നമുക്ക് ധൈര്യമായിട്ട് തെളിയിച്ച് കാണിക്കാം. ആൻഡ് ദാറ്റ് ഈസ് എമ്പുരാൻ ഫോർ ഈച്ച് ഓഫ് അസ്. ഓക്കെ, ഇത്തരത്തിലുള്ള ആക്ഷൻ സീക്വൻസുകളൊക്കെ ഉള്ള ഒരു പടം ഇത് ഒരു പക്ഷേ ഒരു 5-10 വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇന്ന് മലയാള സിനിമയുടെ റീച്ച് അതിഭയങ്കരമായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. സോ നൗ വി ക്യാൻ പുൾ ഓഫ് ദിസ് കൈൻഡ് ഓഫ് ഫിലിംസ്. പക്ഷെ നമുക്ക് ഇത് പുൾ ഓഫ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ട ഒരു വിഷനറി പ്രൊഡ്യൂസറും ഒരു വിഷനറി ആർട്ടിസ്റ്റുകളും ഒരു വിഷനറി പ്രൊഡക്ഷൻ ടീമും തന്നെ നമുക്ക് വേണം. ആൻഡ് ദാറ്റ്സ് വാട്ട് രാജുവേട്ടൻ ഹാസ്. ഹി ഹാസ് എ വെരി ഗുഡ് ഡയറക്ടോറിയൽ ടീം ആൻഡ് എ വെരി ഗുഡ് പ്രൊഡക്ഷൻ ടീം. ദീപക് സാറിൻ്റെ മ്യൂസിക്, ഈ ട്രെയിലറിൽ നമ്മൾ കേട്ട മ്യൂസിക് തന്നെ മതി അദ്ദേഹത്തിൻ്റെ ഇനി പടത്തിലുടനീളമുള്ള സ്കോറുകളും പാട്ടുകളും ഒക്കെ എന്തായിരിക്കും എന്ന് മനസ്സിലാവാനായിട്ട്. അഖിലേഷ് ഏട്ടൻ്റെ എഡിറ്റിംഗ്, സുജിത് വാസുദേവ് സാറിൻ്റെ സിനിമാറ്റോഗ്രാഫി, മാൻ ദാറ്റ് ഇസ് ഗോണ ബി ബ്രെഡ് ടേക്കിംഗ്. സ്പെഷ്യലി നമ്മുടെ IMAX-ൻ്റെ ഡിജിറ്റൽ റീമാസ്റ്ററിങ് കൺസെപ്റ്റിലൂടെ നമ്മൾ ഈ പടം കാണുമ്പോൾ അതിൻ്റെ ഒരു വേൾഡിലേക്ക് നമ്മൾ കൂടുതലും ഇമ്മേഴ്സീവായിട്ട് പോകും. അതിന് യാതൊരു സംശയവുമില്ല. ആൻഡ് ദിസ് ഇസ് ഗോണ ബി എ ഹ്യൂജ് ഷുവർ ഷോട്ട് ഹിറ്റ്.
ഇത് ബോക്സ് ഓഫീസിൽ എത്ര കോടികൾ നേടും എന്നൊന്നും എനിക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല, ബിക്കോസ് ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഓഡിയൻസ് ആണ്. ബട്ട് സ്റ്റിൽ ഈ സിനിമ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആയിരിക്കും. ആൻഡ് നമ്മൾ ലൂസിഫറിൽ കണ്ടതുപോലെ ഇറ്റ് വുഡൻ ബി ജസ്റ്റ് എ ഫിലിം ഫിൽഡ് വിത്ത് ലോട്ട് ഓഫ് ആക്ഷൻ സീക്വൻസസ് ഓർ ഫാൻ ബേസ്ഡ് മൂവ്മെന്റ്സ്. ഇറ്റ് വിൽ ഓൾസോ ബി എ ഫിലിം ദാറ്റ് വിൽ teach us or give us light on many socially relevant events, as said by our dear Murali Gopi Chettan. So Muraliyetta, അങ്ങയുടെ തൂലികയിൽ പുറക്കാൻ പോകുന്ന മറ്റൊരു ഹിറ്റായി എമ്പുരാൻ മാറട്ടെ. To the team of Emburan, thank you so much for creating such a goosebumps kind of trailer and such a kind of grand film. മലയാള സിനിമയെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന രാജുവേട്ടനോട് ഒരിക്കൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ആൻഡ് ഗൈസ്, 27-ാം തീയതി രാവിലെ 6 മണിക്ക് ചെകുത്താൻ വരാൻ പോവുകയാണ് മക്കളെ. ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് കണ്ടറിയണം. എനിവേസ്, ഞാൻ ത്രിൽഡാണ്. കുറച്ച് നാൾക്ക് ശേഷം വീണ്ടും ലാലേട്ടനെയും മഞ്ജു ചേച്ചിനെയും സ്ക്രീനിൽ കാണുന്നു. അവരുടെ കോമ്പിനേഷൻ സീനുകൾ, ബാക്കിയുള്ളവരൊക്കെ കോമ്പിനേഷൻ സീനുകൾ, പിന്നെ സായ് കുമാർ സാർ, വർമ്മ സാറിൻ്റെ എന്തെങ്കിലും ഒരു മാസ് കൗണ്ടർ സീൻസ് ഇതിലും ഉണ്ടാവുമോ എന്നറിയത്തില്ല. എന്തായാലും വെയിറ്റിംഗ് ആണ്. സോ മാർച്ച് 27-ാം തീയതി നമുക്ക് എമ്പുരാൻ തിയേറ്ററിൽ കാണാം. എന്തായാലും ഞാൻ ഓൾറെഡി ഇത് ഐമാക്സിലേ കാണുള്ളൂ എന്ന് മനസ്സ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ഏത് ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ സിനിമ കാണാൻ പോകുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാമെന്നുള്ളതാണ് താഴെ. അതുപോലെ നിങ്ങൾക്ക് ഈ ട്രെയിലറിൽ ഇഷ്ടപ്പെട്ട ഏറ്റവും ബെസ്റ്റ് സീൻ ഏതാണെന്നുള്ളതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. സോ മറ്റൊരു യൂട്യൂബ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും ബൈ. Have a wonderful day ahead. Thank you.